സെയിൽ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരു ഫുട്വെയർ ഹോൾസെയിൽ ഷോപ്പിലെ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു ഫുട്വെയർ ഹോൾസെയിൽ ഷോപ്പിലെ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് കിട്ടുന്നത് ബില്ല് എന്തായിരിക്കും? ഈ സ്ഥാപനത്തിന്റെ പേര് ഹാബസ് എന്നുള്ളതാണ്. ഖലീഫ്സ് എന്നവരുടെ ബ്രാൻഡാണ്. ഹാബസ് കമ്പനി നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടോ? അല്ലെ? ഹാബസ് കമ്പനി ഇവിടുന്ന് എന്ത് ചെയ്യുന്നതാണ്? ഖലീഫ്സ് ചെരുപ്പ് ഒരു ഹോൾസെയിൽ ഷോപ്പ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്ക് സെയിൽ ചെയ്യാന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് വരുന്ന ബില്ല് എന്തായിരിക്കും? ഒരു കാർട്ടൺ, ഒരു ബോക്സ് അല്ലെ? ആ ഒരു ബോക്സാണ് നിങ്ങൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കഴിയുമോ? സെയിൽ ചെയ്യുമ്പോ എന്താ, കസ്റ്റമർ വന്ന് റിട്ടേൺ ഷോപ്പുകാർ വന്നൊരു ബോക്സ് അതേപോലെ എടുത്ത് കൊണ്ടുപോകില്ല. അവരെന്തെങ്കിലും ചിലപ്പോൾ 5-9 എന്ന് പറഞ്ഞ സെറ്റ്, ഒരു സെറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അതിനകത്ത് ആ ബോക്സിനകത്ത് ചിലപ്പോൾ 5-9 എന്ന് പറഞ്ഞാൽ 4-5 സെറ്റുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുള്ളൂ, അവര് പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പൊ അവർ അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? 2 യൂണിറ്റ്സും നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു, അൾട്ടർനേറ്റീവ് യൂണിറ്റ്സ് ഏത് സാഹചര്യത്തിലാണ് യൂസ് ചെയ്യേണ്ടി വരാനുള്ളത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. കോമ്പൗണ്ട് യൂണിറ്റ് യൂസ് ചെയ്യണോ, ആൾട്ടർനേറ്റീവ് യൂണിറ്റ് യൂസ് ചെയ്യണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് സിമ്പിൾ യൂണിറ്റ് യൂസ് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണം ആ പ്രൊഡക്റ്റിന്റെ നാച്ചർ അനുസരിച്ച് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.